Hello everyone, welcome back to the yet another video of Let's Talk More Tech. As the name indicates, നമ്മൾ ഈ ചാനലിൽ ഫുള്ളി ടെക് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ്സ് മാത്രമാണ് ചെയ്യുന്നത്. സോ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് നൗ. ആൻഡ് നിങ്ങൾ ടെക്കിന് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അയച്ചു കൊടുക്കാനും മറക്കരുത്. എൻ്റെ വീഡിയോ ഫുള്ളി വാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ അതേപോലെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐഫോൺ 17ന്റെ ഫുൾ ഡീറ്റെയിൽസ് ലീക്സ് ആൻഡ് റൂമേഴ്സ് ആയിട്ടും ഓൾമോസ്റ്റ് കൺഫേംഡ് ആയിട്ടുള്ള അതിൻ്റെ ഡിസൈൻ പെർസ്പെക്റ്റീവ് എന്നുള്ള ഡിസ്കഷൻ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ എല്ലാ വീഡിയോയും പോലെ തന്നെ നിങ്ങൾ ഫുള്ളി വീഡിയോ വാച്ച് ചെയ്യുക. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദാറ്റ്. യെസ്, അപ്പോൾ ഫസ്റ്റ്ലി നമുക്ക് ഡിസ്പ്ലേനെ പറ്റി സംസാരിക്കാം. 16.3 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 120 ഹെർട്സ്. സർപ്രൈസിംഗ്ലി ഐഫോൺ ആപ്പിൾ is giving 120 ഹെർട്സ് ഇൻ ബേസ് വേരിയന്റ്. പിന്നെ സാംസങ്ങിന്റെ M14 OLED പാനൽ ആയിരുന്നത് ഡിസ്പ്ലേയില്. പിന്നെ അതേപോലെ ക്യാമറ മൊഡ്യൂൾസിന് വലിയ വ്യത്യാസമൊന്നുമില്ല. 16ലുള്ള അതേപോലെ തന്നെ ആയിരിക്കും ക്യാമറ മൊഡ്യൂൾസ് 17ലും വരാൻ പോകുന്നത്. പിന്നെ അതിന്റെ 16 ബേസ് വേരിയന്റിൽ പിന്നെ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ സ്പേഷ്യൽ വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിന്റെ ആ ഒരു അലൈൻമെന്റ് കൊടുത്തതെന്നാണ് ആപ്പിൾ പറയുന്നത്. സോ നമുക്ക് സ്പേഷ്യൽ വീഡിയോ എന്താണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പിൾ വിഷൻ പ്രോയില് ആ ഒരു ഡിവൈസിൽ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് അത്. പിന്നെ ബാക്ക് മെറ്റീരിയൽ വന്നിട്ട് ഗ്ലാസിന്റെ മൊഡ്യൂളാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഫുള്ളി ഗ്ലാസ് അല്ല, അതിന്റെ ഒരു പോർഷൻ, അതായത് മാക്സേഫിന്റെ സപ്പോർട്ട് വരുന്ന ഭാഗവും ക്യാമറയുടെ ഒരു ഭാഗത്ത് ഒരു റെക്ടാങ്കിൾ കട്ടൗട്ട് കൊടുത്തിട്ടുണ്ട് ഫുള്ളി എൻഡ് ടു എൻഡ്. അതായത് മാക്സേഫ് വരുന്ന ആ ഒരു സ്ഥലത്ത് ഗ്ലാസ് വരും, ബാക്കിയുള്ള സ്ഥലത്തൊക്കെ മെറ്റലിന്റെ ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഫ്രെയിം വരുന്നത് ടൈറ്റാനിയം ഒന്നല്ല, പഴയ ബേസ് വേരിയന്റിൽ അല്ലെങ്കിൽ പണ്ടത്തെ ഐഫോൺസിൽ കൊടുത്തിട്ടുള്ള പോലെ തന്നെ ഇതിൽ കൊടുത്തിട്ടുള്ളത് അലൂമിനിയത്തിന്റെ ഫ്രെയിമാണ് കൊടുത്തിട്ടുള്ളത്. സ്പേഷ്യൽ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാമറ ലാൻഡ്സ്കേപ്പ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് അതിൽ അൾട്രാ വൈഡും പ്രൈമറി ക്യാമറയും ഒരേ അലൈൻമെന്റിൽ വരിക. ലാൻഡ്സ്കേപ്പിൽ ഇപ്പം നമ്മൾ ഫോണ് ഇത് ഏകദേശം ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് അതിന്റെ പ്രൈമറി ക്യാമറയും അതേപോലെ തന്നെ അൾട്രാ വൈഡ് ക്യാമറയും ഒരേ അലൈൻമെന്റിൽ ഇങ്ങനെ വരുന്ന സമയത്താണ് നമുക്ക് ആ ഒരു സ്പേഷ്യൽ വീഡിയോസ് എടുക്കാൻ പറ്റുക. എന്നാലേ ആ ഒരു സംഭവമാണ് നമുക്ക് വിഷൻ പ്രോയില് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ തിക്നെസ് അവർ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 8.5 mm തിക്നെസ് ആണ് മൊത്തത്തിൽ ആപ്പിള് ഐഫോൺ 17 കൊടുക്കാൻ പോകുന്നത്. ചാർജിങ് സ്പീഡിലെ ഇമ്പ്രൂവ്മെന്റ് പറയുമ്പോൾ 35 വാട്ട് വരെ അത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. വലിയൊരു ഇമ്പ്രൂവ്മെന്റ് ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ എല്ലാ ഫോൺസും 90 വാട്ട്സ് 120 വാട്ട്സ് ഒക്കെ ഇത് കൊടുക്കുന്ന സമയത്ത് ആപ്പിള് കൊടുക്കുന്നത് 35 വാട്ടാണ്. കാരണം അത് ഫുള്ളി അത്രയ്ക്ക് ഫാസ്റ്റ് ആയിട്ട് ചാർജ് കയറുന്നത് ഫോണിന്റെ ബാറ്ററിക്കും ഹെൽത്തിനും ഹാംഫുൾ ആണെന്നുള്ള രീതിയിലാണ് ആപ്പിൾ പറയുന്നത്. സോ ഇപ്പോൾ ബാക്കിയുള്ള കമ്പനീസ് അത് ബോധർ ചെയ്യുന്നില്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമന്റ് ചെയ്യും. പിന്നെ ഡിസ്പ്ലേന്റെ വെസൽസ് വന്നിട്ട് സിമിലർ ആണ്. കഴിഞ്ഞ വർഷം ഓൾറെഡി ഡിസ്പ്ലേന്റെ വെസൽസ് ഒക്കെ നല്ല രീതിയിൽ തിന്നർ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് കുറയ്ക്കാനുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അപ്പം എന്തായാലും ഡിസ്പ്ലേ വെസൽസ് സെയിം ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. അതേപോലെ തന്നെ ഡൈനാമിക് ഐലൻഡിൽ ആ ഒരു പില്ലറില്ലേ, ഡൈനാമിക് പില്ലർ, അതിൻ്റെ ആ ഒരു വിഡ്ത്തും റെക്തും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റെഡ്യൂസ് ചെയ്തിട്ട് കുറച്ചിട്ടുണ്ട്. എന്നാലും അണ്ടർ ഡിസ്പ്ലേ ഒരു പഞ്ച് ഹോളൊക്കെ കൊടുത്തിട്ടുള്ള ക്യാമറ അതൊക്കെ വരേണ്ട സമയമായി, അതൊന്നുമില്ല. പിന്നെ ആപ്പിൾ ഇത്തവണ പ്രോ വേരിയൻസിലൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ആന്റി റിഫ്ലക്റ്റിംഗ് കോട്ടിംഗ് ഇല്ലേ, അതായത് നമ്മൾ പുറത്തുനിന്ന് റിഫ്ലക്റ്റ് അടിച്ചു കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ ഫേസ് തന്നെ സ്ക്രീനിൽ കാണുന്ന സ്ക്രീനിൽ അകത്തുള്ള കണ്ടൻസ് കാണുന്ന ഒരു ഫീച്ചർ, ആ ഒരു സംഭവം ബേസ് വേരിയൻസ് തൊട്ടിട്ട് എല്ലാത്തിലും 17ൽ കൊടുത്തിട്ടുണ്ടെന്നാണ് ലീക്സ് ആൻഡ് റൂമേഴ്സ് പ്രകാരം കാണുന്നത്. പിന്നെ പ്രോ വേരിയൻസിൽ വന്നിട്ട് 24 MB ഫ്രണ്ട് ക്യാമറയും 48ന്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, 48+48+48, അതായത് 48ന്റെ പ്രൈമറി, 48ന്റെ അൾട്രാ വൈഡ്, 48ന്റെ അൾട്രാ വൈഡ്, ആ ഒരു 48+48+48 സെറ്റപ്പിലാണ് ബാക്ക് ക്യാമറ. പിന്നെ ബേസ് വേരിയൻസ് 17ന്റെ ബേസ് വേരിയൻസിൽ മേ ബി ആ ഒരു 2 ക്യാമ ആയതുകൊണ്ട് അൾട്രാ വൈഡും പ്രൈമറി ക്യാമും മാത്രമേ വരാൻ ചാൻസ് ഉള്ളൂ. പിന്നെ നമ്മൾ എല്ലാവരും കാത്തിരുന്ന ഐഫോൺ ഹീറ്റിംഗ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു വേപ്പർ ചേംബർ ആപ്പിള് 17 വേരിയന്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് ലീക്സ് ആൻഡ് റൂമേഴ്സ് പ്രകാരം. അപ്പൊ എന്തായാലും കുറച്ച് ഹീറ്റിങ്ങിന്റെ കാര്യത്തിൽ കുറച്ചൊരു കുറവുണ്ടാവും. ആ കാര്യത്തിൽ ഒരു ആശ്വാസമായി. അപ്പം 17ൽ ഇങ്ങനെയാണ് വരിക, ഡുവൽ ക്യാം ആണ് വരുന്നുണ്ടാവുക. 17 പ്രോ ആൻഡ് പ്രോ മാക്സ് അല്ല, പ്രോ എൻഡ് പിന്നെ 17 അൾട്രയാണ് വരുന്നത്. കഴിഞ്ഞ തവണ വരെ പ്രോ മാക്സ് ആയിരുന്നു. ഇപ്പൊ എല്ലാവരും അൾട്രയിലേക്ക് പിടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സാംസങ് അൾട്ര, വിവോ അൾട്ര, അങ്ങനെ എല്ലാ നല്ല ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണുകൾ ഇപ്പോൾ അൾട്ര ഇറക്കി കൊടുക്കുന്നത്. അപ്പോൾ ഐഫോണും പ്രോ മാക്സ് മാറ്റിയിട്ട് അൾട്ര എന്നാക്കിയിട്ടുണ്ട് പേര്. അപ്പോൾ ഇനി തൊട്ടിട്ട് ഐഫോൺ 17
17 മിനിക്ക് വരും 17 എയർ ആണ് ഇറക്കുന്നത്. പിന്നെ 17 പ്രോ, 17 അൾട്ര, അങ്ങനെ 4 വേരിയൻസ് ആയിരിക്കും ഇറക്കുന്നത്. ഇതിൽ സ്പെഷ്യൽ സാധനം 17 എയർ ആയിരിക്കും. അതിനായിരിക്കും ഹൈലൈറ്റ് ആയിട്ടുണ്ടാവും. കാരണം അത് ഗൂഗിൾ പിക്സൽ 9 ഒക്കെ ഒരു ഡിസൈനൊക്കെ കോപ്പി അടിച്ചിട്ടുണ്ട്. എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാ സ്മാർട്ട് ഫോൺ ബ്രാൻഡ്സും അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പി അടിച്ചിട്ടൊക്കെ തന്നെ ഇപ്പൊ എല്ലാം ഇറക്കുന്നത്. സ്പെക്സ് ആയാലും ഡിസൈൻ ആയാലും എല്ലാ സംഭവങ്ങളും കോപ്പി അടിച്ചിട്ടാണ് എല്ലാവരും അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ ഒരാളെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, എല്ലാവരും തമ്മിലൊന്ന് മെച്ചം. എന്തായാലും നമുക്ക് യൂസ് ചെയ്താൽ പോലെ യൂസർ പെർസ്പെക്റ്റീവ് നിന്ന് എന്തായാലും ഐഫോണിന്റെ ഒരു ഡിസൈനിൽ വേറൊരു ഫോൺ ഇറങ്ങി കഴിഞ്ഞാൽ അതൊരു നല്ലൊരു സംഭവമാണ് അല്ലേ. അപ്പൊ എന്തായാലും കോപ്പിയടിനെ പറ്റി നിങ്ങൾ എന്താന്നുള്ളത് പറയാം. കാരണം ഇനിയിപ്പോൾ സ്മാർട്ട് ഫോൺ ബ്രാൻഡ്സിന് അങ്ങനെയൊക്കെ സർവൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. ഇപ്പൊ 17 എയറിനെ പറ്റി പറയുകയാണെങ്കിൽ സിംഗിൾ ക്യാമറ സെറ്റപ്പിലാണ് വരുന്നത്. അതൊരു നല്ലൊരു ഡ്രോബാക്ക് ആണെന്ന് തോന്നുന്നു. കാരണം എല്ലാവരും ആ ഒരു 17 അല്ലെങ്കിൽ 17+ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഡുവൽ ക്യാമറ സെറ്റപ്പ് അവരെടുത്ത് കളഞ്ഞ് സിംഗിൾ ക്യാമറ വരുമ്പോൾ അൾട്രാ വൈഡ് ഇല്ലാതെ അതൊരു നല്ലൊരു പെർസ്പെക്റ്റീവ് ആണെന്നല്ലേ, നല്ലൊരു തീരുമാനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ 17 എയറിന്റെ തിക്നെസ് നല്ല രീതിയിൽ കുറച്ചിട്ടുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ബാറ്ററി ലൈഫ് തിന്നർ ആവുന്ന സമയത്ത് ബാറ്ററി ലൈഫ് കുറയുന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം 17 സെയിം ബാറ്ററി ലൈഫ് തന്നെയാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മുടെ 16 പ്രോ മാക്സിലേക്ക് കൊടുത്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ബാറ്ററി തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതായത് 17 എയറിലും സെയിം ബാറ്ററി ലൈഫ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. സോ ബാറ്ററി ലൈഫിന്റെ കാര്യത്തിൽ അത്ര കൺസേൺഡ് ആവേണ്ട ആവശ്യമില്ല. പിന്നെ സിംഗിൾ ബോട്ടം ഫയറും സ്പീക്കേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് ഒരു നല്ല ഡ്രോബാക്ക് ആയിരിക്കും. കാരണം ആപ്പിളിൽ ഏറ്റവും ഒരു നല്ലൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് അതിന്റെ സ്പീക്കേഴ്സ്, സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. അപ്പൊ സിംഗിൾ ബോട്ടം ഫയറിംഗ് സ്പീക്കർ എന്ന് പറയുമ്പോൾ അതൊരു ഡ്രോബാക്ക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ പ്രൈസിങ്ങിന്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഐഫോൺ ഏത് വേരിയന്റ് ഇറക്കിയാലും ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ 16E കാര്യം എടുത്താലും ഓവർ പ്രൈസ്ഡ് ആയിട്ടാണ് ആപ്പിൾ കൊണ്ടുപോയി പ്ലേസ് ചെയ്യുക. പിന്നെ അത് ബെഞ്ച് മാർക്ക് ഒന്ന് കുറഞ്ഞു വരും ഓഫറൊക്കെ വരുന്ന സമയത്ത്. പക്ഷെ പ്ലസ് ഓഫർ നമ്മൾ റെഡീം ചെയ്യുന്ന സമയത്തായാൽ പോലും 16E ആ ഒരു പ്രൈസിനുള്ള വേർത്തില്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പൊ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് കമന്റ് ചെയ്യുക. അപ്പൊ 17 എയറിൽ ഏകദേശം ഒരു 70 to 80,000 ആ ഒരു റേഞ്ച് ഒക്കെ പ്രൈസ് വരും. പിന്നെ അതേപോലെ പ്രോ വേരിയൻസ് എന്തായാലും 1,25,000, പിന്നെ 256 1TB ഒക്കെ വരുന്ന 45, 1,45,000 ആ റേഞ്ചിലൊക്കെ എന്തായാലും പ്രൈസ് വരുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ 17 എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഇപ്പൊ തന്നെ എടുക്കുന്നതാണ് നല്ലത്. ഇപ്പൊ എടുക്കാൻ പറ്റില്ല. 16 ഒക്കെ പർച്ചേസ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ഇപ്പൊ പർച്ചേസ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമ്മുടെ ട്രംപ് പണി പറ്റിച്ചിട്ട് വരെ ടാക്സ് ഒക്കെ കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ഐഫോൺസിന് എന്തായാലും വില കൂടാൻ ചാൻസ് ഉള്ളത്. അപ്പൊ 17 ഇറങ്ങുന്ന സമയത്ത് 16 വില കുറയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിന്റെ മുന്നേ ഇറങ്ങിയ ഏതെങ്കിലും വേരിയൻസിന്റെ വില കുറയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 16 എടുക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും താഴേക്കുള്ള ഫോണുകൾ ഐഫോണിന്റെ എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴേ പർച്ചേസ് ചെയ്തോളാം പറയും. എന്തായാലും ടാക്സ് കൂടിയാൽ ഐഫോണിന്റെ റേറ്റും കൂടുന്നുണ്ടാവും. അപ്പൊ എന്തായാലും ഇപ്പൊ തന്നെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ എന്തായാലും ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. എന്തായാലും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് നൗ ആൻഡ് ലൈക്ക്. ഞാൻ ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് ആ ബെല്ലൈക്കണോട് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നുണ്ടാവും. സോ നെക്സ്റ്റ് ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ സ്റ്റിൽ ടേക്ക് കെയർ, ബൈ.